അഴിമതി വിരുദ്ധത എന്ന പോയിന്റ് മാറ്റി നിർത്തിയാൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ വ്യത്യാസം എന്താണ്? വർഗീയത പറയാത്ത മറ്റൊരു ബി ജെ പി എന്നേ അർത്ഥമുള്ളൂ. ബാക്കിയുള്ള നിർണായകമായ എല്ലാ നാഷണൽ ഇഷ്യൂസിലും ബി ജെ പിയുടെ അതേ നിലപാടാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. അത് കശ്മീരിൻ്റെ വിഷയത്തിലാണെങ്കിലും, അത് അയോധ്യയിൽ രാം ടെമ്പിളിൻ്റെ വിഷയത്തിലാണെങ്കിലും, എല്ലാ വിഷയങ്ങളിലും ആകെ എതിർത്ത് ശക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോട്ട് നിരോധനത്തിനെതിരെ കെജ്രിവാൾ നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. നോട്ട് നിരോധനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാമാണ്. അത് കെജ്രിവാൾ പറഞ്ഞില്ലെങ്കിലും കാണുന്നവർക്ക് അറിയാം, അത് നേരിട്ട് ആളുകൾ അനുഭവിച്ചതാണ്. അതല്ലാതെ എല്ലാ നിർണായക പ്രശ്നങ്ങളിലും ഒരു എന്താണ് പറയുക, എക്സ്ട്രീം റൈറ്റ് വിങ് നാഷണൽ പാർട്ടിയുടെ എല്ലാ ഐഡിയോളജിയും അങ്ങനെ ഐഡിയോളജി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതാണ് അവർ പ്രസരിപ്പിക്കുന്ന രാഷ്ട്രീയം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി എന്തിന് നിലനിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി 2-3 തവണ അധികാരത്തിൽ വന്നു. ആ ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു തവണ അധികാരത്തിൽ വന്നതിന് ശേഷം രാജിവെച്ചു, പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിലെല്ലാം നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടി ജയിക്കുന്നു, തൊട്ടടുത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിൽ തൊട്ട് മുമ്പ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്നു. ബി ജെ പി ക്ലീൻ സ്വീപ്പ് ചെയ്യുന്നു ഡൽഹി, തൊട്ടുടനെ ആം ആദ്മി പാർട്ടി. അങ്ങനെയാണ് ഒരേ വോട്ട് ബാങ്ക് ലോക്സഭയിലേക്ക് ബി ജെ പിയെയും സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ് അത് സംഭവിക്കുക? എന്ത് വ്യത്യാസത്തിലാണ് അതങ്ങനെ ചെയ്യേണ്ടി വരിക? അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2011 ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഘടനാപരമായ മാറ്റങ്ങളുണ്ട്. ആ ഘടനാപരമായ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ ഒരു ഒപ്പീനിയൻ ബിൽഡ് ചെയ്യുന്നത് പത്രം വായിച്ചിട്ടോ മാധ്യമങ്ങളിലൂടെയല്ല, അത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പമ്പ് ചെയ്യുന്ന എന്ത് കാര്യവും ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ 10-16 വർഷമായിട്ട് ഇന്ത്യയിൽ കാണുന്നൊരു ഫിനോമിനാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്ത ആളുകളോട് അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ് എന്താണോ അത് എത്തിക്കാൻ കഴിയും. അങ്ങനെ ആവശ്യമുള്ള കണ്ടൻറ് എത്തിച്ചുകൊണ്ട് അവരുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിച്ച് അവരുടെ ഒപ്പീനിയൻ മാറ്റാൻ കഴിയും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് നമുക്ക് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി ഇനി ആവശ്യമുണ്ടോ എന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രായോജകരാരായിരുന്നു, സ്പോൺസർ ചെയ്താരായിരുന്നു, അവർ തീരുമാനിക്കും. അവർ തീരുമാനിച്ചാൽ അത് നിലനിൽക്കും. ഇനി പഞ്ചാബിലും ഗുജറാത്തിലും ഇലക്ഷൻ വരാൻ പോകണേ വരുന്ന വർഷങ്ങളിൽ, അവിടെ ആം ആദ്മി പാർട്ടി കൊണ്ട് അവർക്ക് ഗുണമുണ്ട്. അവരുടെ ഗുണം എന്താണ്? പഞ്ചാബിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ ആം ആദ്മി പാർട്ടി ആവശ്യമാണ്. ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് സ്പോയിൽ ചെയ്യാൻ ആം ആദ്മി പാർട്ടി ആവശ്യമാണ്. എങ്കിൽ അവർ നിലനിർത്തും. ഡൽഹിയിൽ ആവശ്യമില്ലെങ്കിൽ അവരെ കളയും. അപ്പോൾ നമ്മൾ ലോകം ഭരിക്കുന്ന ആരാണെന്ന് നേരത്തെ ചർച്ച ചെയ്തല്ലോ. ഇന്ത്യ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ആരാണെന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്.